ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ GTA 5 ഒരു റോബർ ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ ജൂവലറിയാണ് മച്ചാന്മാരെ എന്ന് നമ്മൾ റോബർ ചെയ്യുന്നത്. അതായത് നമ്മൾ ചുമ്മാ കയറുക, സ്വർണ്ണം എടുക്കുക, അതൊന്നുമല്ല. നമ്മൾ വെൽ പ്ലാനാണ്, അതായത് കിട്ടില്ല പ്ലാനും കൊണ്ടാണ് നമ്മൾ ഇന്ന് റോബർ ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഫ്രാങ്കിനാണ് ഈ ഒരു ക്യാരക്ടറിൽ ഇട്ടേക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഫ്രാങ്ക് അല്ല വേണ്ടത്, നമുക്ക് മൈക്കിളാണ് വേണ്ടത്. നമുക്ക് കുറച്ച് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എബിലിറ്റി ഉള്ള ക്യാരക്ടറൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ വേണം. നമുക്ക് എന്തായാലും നമുക്ക് മൈക്കിളിന് അങ്ങോട്ട് പോകാം മച്ചന്മാരെ. നമ്മുടെ മൈക്കിൾ എന്ന് പറഞ്ഞാൽ മൈക്കിളിൻ്റെ വീട്ടിലായിരിക്കും മിക്കവാറും പുള്ളി ഉള്ളത്. പുള്ളി എല്ലാ ഫ്രാങ്കിൻ്റെ കൂട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കത്തൊന്നുമില്ല. പുള്ളി എപ്പോഴും പുള്ളിയുടെ വീട്ടിൽ എവിടെയെങ്കിലൊക്കെ കാണും. എന്തായാലും നമുക്ക് നോക്കാം. ഇതേ മച്ചന്മാരെ, നമ്മളെന്തായാലും വീട്ടിലാണ്. ഇതാണ് മൈക്കിളിൻ്റെ വീട്. മൈക്കിൾ രാത്രി ആയതുകൊണ്ട് മൈക്കിളിൻ്റെ ഭാര്യയെ ജസ്റ്റ് ട്യൂൺ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. പുള്ളിക്കാരത്തേക്ക് എന്തോ ദേഷ്യം കണ്ടുണ്ട്. എന്തായാലും കൊള്ളാം. നമ്മുടെ മൈക്കിൾ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. മൈക്കിളൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സെറ്റ് സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. പുള്ളി സീനാണ് കേട്ടോ. പുള്ളി ഒരു ക്ലാസിക് ലുക്കിലോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നോക്കാം, അങ്ങോട്ട് പോവാം മച്ചന്മാരെ. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് വീടിൻ്റെ ഇവിടെയാണ് നമ്മൾ മുഖമൊക്കെ കഴുകുന്നത്. നമ്മുടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അതാരാ സൈഡിൽ ഇരിക്കുന്നത്? അത് ഒരു കുഞ്ഞവിടെ ഇരിക്കുന്നുണ്ടല്ലോ. മച്ചന്മാരെ, നമ്മുടെ മൈക്കിളിൻ്റെ മോളാന്ന് തോന്നുന്നു. എന്തായാലും അവൾ നമ്മളോട് 50 രൂപ ചോദിച്ചിട്ടുണ്ട്. $50 50 രൂപയല്ല, $50. നമ്മളത് കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി നശിക്കട്ടെ, നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാൻ പറ്റത്തില്ല, നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും കൊള്ളാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല മച്ചന്മാരെ, ഇന്നൊരു അടിപൊളി ഒരു റോബറി ആയിരിക്കും നമ്മളിന്ന് ചെയ്യുന്നത്. ഒരു കിഡിലിനൊരു വെൽ പ്ലാനഡ് റോബറി ആയിരിക്കും. എന്തായാലും നമുക്ക് നേരെ നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുക്കാം. ഓഫ് റോഡ് ചീറ്റ് കോഡ് അടിച്ചിട്ട് വന്നില്ല. നമ്മുടെ ഈ ഒരു കാർ ഇവിടെ കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് അത് വേണ്ട. നമുക്ക് നമ്മുടെ ലോക്കൽ വണ്ടി എടുക്കാം. നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ പോകുമ്പോൾ സ്വന്തം വണ്ടി കൊണ്ട് പോകരുത് ഒരിക്കലും. എപ്പോഴും നമ്മൾ ലോക്കലായിട്ട് തന്നെ ഇങ്ങനെ വണ്ടി എടുക്കാം. കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ സ്വന്തം വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. മച്ചന്മാർ, നമ്മൾ വണ്ടിയുടെ റേഡിയോ ഓഫ് ചെയ്തിട്ട്, ഈ ബൈക്കിലൊക്കെ എവിടെ റേഡിയോ ഇരിക്കുന്നത്? എന്തായാലും കൊള്ളാം. നമ്മൾ റേഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്, ഹെൽമെറ്റൊക്കെ വെച്ചു. അതേ കിടക്കുന്നു. നമ്മൾ എന്തായാലും ശുഭലക്ഷണമാണ്. ചോര കണ്ടിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വളരെ നല്ലൊരു ലക്ഷണം തന്നെയാണ്. അതൊന്നും നമുക്ക് കാര്യമാക്കണ്ട. നമുക്ക് എന്തായാലും അങ്ങോട്ട് മാർക്ക് ചെയ്യാം, എന്നിട്ട് നേരെ അങ്ങോട്ട് പോവാം. ഗൈസ്, നമ്മൾ പറഞ്ഞില്ലേ, ഒരു ജൂവലറി നമ്മൾ റോബർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല പരിപാടിയുണ്ട്. കാരണം ചില്ലറ കേസെല്ലാം നമ്മൾ കോടാനുകോടികളാണ് ഇന്ന് കയ്യിലെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇഷ്ടം പോലെ പോലീസും കാര്യങ്ങളും ഒക്കെ കാണും. എല്ലാവരും നമ്മളെ ടാർഗറ്റ് ചെയ്യും. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള പവർ വേണം, നമുക്ക് അതിനനുസരിച്ചുള്ള പിള്ളേർ വേണം, നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വേണം, നമ്മൾ അതിനനുസരിച്ചുള്ള വെപ്പണും കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടാണ് ഇന്ന് പോകുന്നത്. എന്തായാലും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ നമ്മുടെ ഏരിയയിലേക്ക് പോകാം, നമ്മുടെ പ്ലാനിങ് ഏരിയയിലേക്ക് പോകാം. എന്തായാലും ഗൈസ്, നമുക്ക് ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്ലേസിലേക്ക് പോയേക്കാം. ബായ്. ഗൈസ്, നമ്മൾ എന്തായാലും നമ്മുടെ പ്ലേസിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് റൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ മൈക്കിളിൻ്റെ ഏരിയയിലോട്ട് വരും. അതായത് നമ്മളിനി പ്ലാൻ ചെയ്യാൻ പോകുന്നത്, എല്ലാത്തിൻ്റെ സ്റ്റാർട്ടിങ് വരാൻ പോകുന്നത് മച്ചാന്മാരത്തിൻ്റെ ഇവിടെ ആയിരിക്കും. ചെറിയൊരു ലാഗും ചെറിയൊരു FPS ഡ്രോപ്പും ഒക്കെ വന്നിരിക്കും. ചമര എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് ആഗ്രഹമില്ലാണ്ടല്ല, നല്ലൊരു PCയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഗെയിം നമ്മൾ റെക്കോർഡോടെ ചെയ്യുന്നുണ്ട് അതിൽ തന്നെ. അതുകൊണ്ട് അപ്പം കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ കാണും. എന്തായാലും എല്ലാവരും ക്ഷമിക്കാതെ നമ്മൾ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. ഓഫീസെന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ ഉടായിപ്പാണ് ചമര. ഇവൻ ഈ കമ്പ് കുത്തിക്കൊണ്ട് ഈ നടക്കുന്നവനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഉടായിപ്പാണ്. ഇവനൊക്കെ കമ്പല്ലേ, നിന്നെയൊക്കെ വേറെ വല്ലതൊക്കെ ഞാൻ പറയും ചമര. ഇവനൊക്കെ എന്ത് ഉടായിപ്പാന്നറിയോ? നമുക്ക് എന്തായാലും കൊള്ളാം. നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്, സംസാരമൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. നമുക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് മെഷീനിലേക്ക് പോവാം. ഇത് നമ്മുടെ വണ്ടിയുണ്ട്, വണ്ടി എടുക്കുക.
ഇങ്ങനെ കൊണ്ട് എവിടെയോ പോകാനുണ്ട്. ഇങ്ങനെ കൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ജൂവലറിയിലേക്ക് പോവാം. അതായത് നമ്മൾ ജൂവലറി ഉള്ള പ്ലേസ് ഉണ്ടല്ലോ, അവിടോട്ട് പോവാം. അവിടെ പോയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ചെയ്യുക. അതായത് പുള്ളി തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചും പറഞ്ഞും ഒക്കെ തരും. നമ്മളത് കേൾക്കുക, നമ്മൾ അതിനനുസരിച്ച് മൂവ് ചെയ്യുക. നമുക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. നല്ലൊരു പ്ലാൻ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലതായിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശരിയാവൂല. അതാണ് മച്ചാന്മാരെ നമ്മൾ പറയുന്നത്. നമ്മൾ സ്മൂത്തായിട്ട് ഡീൽ ചെയ്യണം എല്ലാം. അതെന്തും ആയിക്കോട്ടെ, നമുക്ക് നേരെ നമ്മുടെ ജൂവലറിയിലേക്ക് പോകാം. ഈ സിറ്റിയിലൊക്കെ ഞാൻ തിരക്കാണെന്നറിയാമോ അല്ലേ? നല്ലൊരു തിരക്കുള്ളൊരു സമയം എന്നാണ്. നമ്മൾ ഇതിനകത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറച്ചാൽ മതിയായിരുന്നു അല്ലേ? ഇതിനകത്തുണ്ടല്ലോ നമുക്ക് പോപ്പുലേഷൻ കൂട്ടാനും കുറയ്ക്കാനും. അതൊക്കെ എന്തോ ആയിക്കോട്ടെ. നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. നമ്മുടെ ജൂവലറിയിലോട്ട് എത്താറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വണ്ടിയൊക്കെ പണിത് സെറ്റ് ചെയ്ത് വീണ്ടും നല്ലൊരു ലുക്കിലോട്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ വണ്ടി കൊണ്ട് നിർത്താൻ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അറിയാമല്ലോ, അതായത് സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മൾ ഒരിക്കലും ആർക്കും അറിയില്ല മോഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്ലാനും കൊണ്ട് എന്നൊന്നും ആരും അറിയാനേ ഒന്നും പാടില്ല. ഇതാണോ ജൂവലറിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണോന്ന് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. എന്തായാലും അതല്ല, ചെറിയതായിട്ട് നമുക്ക് ജൂവലറി മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ ജൂവലറിയിലോട്ട് ഓടുകയാണ്. അതാണ് ജൂവലറി മച്ചന്മാരെ. ഇതും ജൂവലറി അല്ല, നമുക്ക് ഇപ്പുറത്തുണ്ടൊരു ജൂവലറി. ഇത് ജൂവലറിയാണ് കേട്ടോ. നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ, വാച്ചും ഒക്കെ ഉണ്ട്. നല്ല വില കൂടിയ വാച്ചും നല്ല വില കൂടിയ ഓർണമെൻറ്റ്സും എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം എടുക്കണം. അപ്പം അതിന് മുന്നേ നമ്മളെ കടയിലെ പ്ലേസും ക്യാമറയും കാര്യങ്ങളും ആ പോലീസ് വരുന്ന കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം നൈസായിട്ട് 2 ഫോട്ടോസൊക്കെ എടുത്ത് കയ്യിൽ വെച്ചേക്കാം. നമ്മുടെ കടയിലെ ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് കൈ വെക്കാം. നമുക്ക് ക്യാമറ മാർക്ക് ചെയ്ത് വെക്കണം. അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ ക്യാമറ നോക്കാം. അവിടെ ഒരു ക്യാമറ ഉണ്ട്. ഇതേ ഒരു ക്യാമറ, അടുത്തൊരു ക്യാമറ ഇവിടെ കണ്ടുണ്ട്. അടുത്തൊരു ക്യാമറയും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യാമറ എല്ലാം നോട്ട് ചെയ്ത് ഇത് ഇവൻ്റെ പേട്ടത്തല്ലായിരുന്നു. നമുക്കപ്പം നേരെ തിരിച്ചങ്ങോട്ട് ഇറങ്ങാൻ പറ്റാൻ. എന്തോ ഞാൻ ഇറങ്ങിയിട്ട് ഡോർ അടയ്ക്കുക, അതിന് മുന്നേ അടയ്ക്കാതെ. എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഓടുന്നുണ്ട്. നമ്മുടെ കാറിനങ്ങോട്ട് ഓടിയിട്ട് നമുക്ക് കാറിൽ കയറാം. എന്നിട്ട് അടുത്ത എന്താ നോക്കാം. അടുത്തത് നമുക്ക് മിക്കവാറും നമുക്ക് പ്ലേസും കാര്യങ്ങളൊക്കെ ഒരു റൂഫിൻ്റെ ടോപ്പിൽ കയറിയിട്ട് നമ്മളോട് അവിടുത്തെ കൂടെ ഫോട്ടോസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ റൂഫിൻ്റെ ടോപ്പിലോട്ടുള്ള വഴി ഇതുവരെയായിട്ട് വന്നിട്ടില്ല. എങ്ങോട്ടാണ് വഴി എന്നൊരു പിടിയില്ലല്ലോ. അപ്പോൾ മച്ചന്മാർ, നമ്മുടെ വഴി എങ്ങോട്ടാണെന്നൊരു പിടുത്തവും ഇല്ല. നല്ലൊരു റൂഫ് ഏതെന്ന് വെച്ചാൽ അങ്ങനെ ചെന്ന് കയറാനാണ്. അങ്ങനെ ഒരിക്കലും അല്ലായിരിക്കും. എന്തായാലും നമുക്കൊരു റൂഫിൻ്റെ ഏതെങ്കിലും ഒരു ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ഇത് വരണമല്ലോ. എന്തായാലും നമ്മൾ ഇവിടെ നിൽപ്പുണ്ട്. എന്താ ചെയ്യുക അല്ലേ? ഓക്കെ നമുക്ക് കിട്ടി ഗൈസ്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വഴി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പകുതി വീണ്ടും തന്നെ ഇടിച്ചു പൊളിഞ്ഞെല്ലാം പോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. നമ്മുടെ വണ്ടിയില്ലേ, സ്മൂത്തായിട്ട് ശരിയാവും. ജസ്റ്റ് 2 ചീറ്റ് കോഡ് മതി, അപ്പോഴേ നമ്മളെ വണ്ടിയൊക്കെ സെറ്റാവും. പക്ഷേ നമുക്കിപ്പോൾ വേഗം തന്നെ നമ്മുടെ റൂഫ് ടോപ്പിൽ കയറണം. റൂഫ് ടോപ്പിൽ കയറുക, ഫോട്ടോസൊക്കെ എടുക്കുക, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാതെ നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താ കണ്ണൊക്കെ ഉണ്ടല്ലോ, ഇതിനകത്തോട്ടാണോ? ഇതിനകത്തോട്ടായിരിക്കും. ഓക്കെ, ഇതിനകത്തോട്ടാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് കയറാം. മണ്ടയിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ മച്ചന്മാരെ, നമുക്ക് ഇവിടെ ഏണിയുണ്ട്. ഏണി പിടിച്ച് മണ്ടയ്ക്കോട്ട് കയറാം വീണ്ടും. ഓക്കെ മച്ചന്മാരെ, നമ്മൾ അവിടെയും കയറിയിട്ടുണ്ട്. വീണ്ടും ഒരു ഏണി വന്നിട്ടുണ്ട്. അവിടെയും പിടിച്ച് കയറാം. ഓക്കെ, ഇനി ഇത്ര ഉള്ളൂ ഏണിയൊക്കെ ഇതിൻ്റെ ഇത്ര ഉള്ളൂ. നമുക്ക് പുറയിലോട്ട് പോവാം. പുറയിലാണ് നമ്മുടെ ആരോ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും മണ്ടയ്ക്കാണോ? ഇതിൻ്റെ ഏറ്റവും മണ്ടയ്ക്കാണോ? അല്ലായിരിക്കും. നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് തോന്നുന്നത്. കാരണം നമുക്ക് നല്ല കെയറുള്ളൊരു സംവിധാനം ഇതിലില്ല. മണ്ടയ്ക്കൂടെ എയറോപ്ലെയിനൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് എന്തായാലും
ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് മച്ചാമാരെ നമുക്ക് ഇപ്പുറത്തോട്ട് ചാടാൻ നോക്കാം. ഇപ്പുറത്തോട്ട് ചാടുന്നതായിരിക്കും ചിലപ്പോൾ. ഓ ഓക്കെ, നമുക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതെ നമ്മുടെ ബാക്കിലാണ് നമ്മുടെ പോയിന്റ് വന്നേക്കുന്നത്. എന്താണെന്നറിയത്തില്ല മച്ചാമാരെ, നമുക്ക് താമസിച്ചാണ് പോയിന്റ് വരുന്നത്. കാരണം നമ്മൾ അത്രയും നേരം അവിടെ ഇട്ട് സമയം വേസ്റ്റ് ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ പോയിന്റ് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ലാഡർ പോലത്തെ സംഭവം കിട്ടിയിട്ടുണ്ട്. ലാഡർ പോലത്തെ എല്ലാവരും സ്റ്റെപ്പ് പോലത്തെ മച്ചാമാരെ. എൻ്റെ ഇവിടെ ആണോ കയറേണ്ടത്? എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഇവിടെ ഒന്നും കയറാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം മുള്ളുവേലിയും കാര്യങ്ങളൊക്കെ ഇത് മണ്ടയ്ക്ക് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. നമുക്കപ്പം മച്ചാമാരെ ഇപ്പുറത്തോട്ട് വരാം. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറാം. ഇതെവിടെ പോവാം? ഇതെവിടെ പോയി? ഇതിൻ്റെ മണ്ടയിലോട്ട് കയറാം മച്ചാമാരെ. എന്നിട്ട് കണ്ട് ഇവിടെയും കൂടെ കയറിയിട്ട് ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടെ കയറണമെന്ന് തോന്നുന്നു അല്ലേ? ഓ, ഇതിൻ്റെ മണ്ടയ്ക്ക് കയറണം. ഓക്കെ, നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രസ് ചെയ്യാം, ഫോട്ടോ എടുക്കാം. നമുക്ക് ഇവിടത്തെയോ എയർ കണ്ടീഷനൊക്കെ ഉള്ള ഒരു റൂഫിൻ്റെ ആണ് ഫോട്ടോ ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ട്. നമ്മളെന്തായാലും അത് പാലിക്കണം. നമുക്ക് എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ ചറപറ എന്ന് എടുത്തങ്ങോട്ട് കൊടുക്കാം. എടുത്തു കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ മച്ചാമാരെ, നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് സ്കൂട്ടായിട്ടുണ്ട്. അവിടെ നിന്ന് സ്കൂട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടെ നിന്നുകൂടെ അങ്ങോട്ട് ഇറങ്ങണം. കുറച്ച് ടാസ്ക്കാണ് ഇറങ്ങി വരാനൊക്കെ. നമ്മൾ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ മച്ചാമാരെ, ഈ ഒരു ഗെയിം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഓർത്ത് 2013 ഇറങ്ങിയത്. ഇപ്പോഴും ഇതിൻ്റെ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡിലും ഡിമാൻഡ് തന്നെയാണ്. നമ്മൾ അവിടെ നിന്നും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ മച്ചാമാരെ, നമ്മൾ താഴെ വന്നിട്ടുണ്ട്. നമ്മുടെ കാറിൻ്റെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇനി കാർ എടുക്കണം. പുള്ളി അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ എത്ര മണിക്കൂറായി കാണുമല്ലേ? പുള്ളി ഇത്ര നേരം എന്തിനാ ഇതിനകത്ത് ഇരുന്ന് ഇറങ്ങിയൊക്കെ നിന്നുകൂടായിരുന്നു. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമുക്ക് അടുത്ത മാർക്കിങ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫാക്ടറിയിൽ എന്തോ ആണെന്നാണ് തോന്നുന്നത്. അവിടെ പോവാം. അവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തിരക്കുകയൊക്കെ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ അങ്ങോട്ട് ആരംഭിക്കാൻ. ഓക്കെ മച്ചാമാരെ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലണം. നമുക്ക് ഓരോ വണ്ടിയുടെ ബാക്കും കുന്തൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അവിടെ വരെ പോകണം. നമുക്ക് എന്തായാലും അങ്ങോട്ട് നേരെ അവിടെ വരെ ചെല്ലുന്നിടം വരെ ആക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ ഏരിയ അത്യാവശ്യം കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പോയത്. ഇവിടെ തന്നെയാണ് നമ്മൾ വരുന്നത് ഗൈസ്. നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗോഡൗൺ പോലെയാണ്. നമുക്ക് ഇവിടെയാണ് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ. ഇതൊരു പെണ്ണുമ്പിള്ളേ. അപ്പോൾ നമ്മൾ മറ്റേ ഫോട്ടോസൊക്കെ എടുത്തില്ല അതിൻ്റെ കണ്ണാടി കൂടെ, അത് തരാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും അത് തരാനായിരിക്കും, അല്ലാതെ എന്തിനാണ് അവർ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ജസ്റ്റ് ഒരു തുണി തയ്ക്കുന്ന ഏരിയ പോലൊക്കെ ആണെങ്കിലും ഫുൾ വെൽ പ്ലാനഡ് ആയിരിക്കും. ഭയങ്കര ബ്രില്യൻ പ്ലാനൊക്കെ ആയിരിക്കും. ഒരു വലിയൊരു മാഫിയ സംഘം പോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കും. പിന്നെ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെയാണ്, ഒരു ഗ്യാങ്സ്റ്റർ ഗെയിം തന്നെയാണ്. എന്തായാലും നമുക്കിതേ നമ്മൾ അടുത്ത ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഉണ്ടാക്കുന്നത്. നമുക്ക് പിന്നെ നമ്മുടെ ഇനി കൂട്ടുകാരന്മാരുണ്ട് മച്ചന്മാരെ. ഇനി അവന്മാരെയും കൂടെ വിളിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം നമ്മളിനി ചെയ്യാൻ പോകുന്നത് റോബറിയാണ്. ഇനി ശരിക്കും നമ്മൾ റോബറി എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ. ഇനിയും ആയിരിക്കും മച്ചാന്മാരെ നമ്മളിനി റോബറി ചെയ്യാൻ പോകുന്നത്. നമ്മളിത് പൊളിക്കും ഗൈസ്, സത്യം പറയാലോ, അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും നമ്മൾ പൈസ എടുത്തിട്ടേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. എന്തായാലും നമുക്ക് അവന്മാരെയൊക്കെ ഒന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഫ്രാങ്കിന് മുന്നേ നമുക്ക് 2-3 പേരൂടെ വേണം. അതായത് നമുക്ക് നല്ലൊരു എക്സ്പേർട്ടായിട്ട് ഡ്രൈവിംഗ് സ്കില്ലുള്ള ഒരാളെ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുമ്പോൾ നല്ലൊരു ഡ്രൈവിംഗ് സ്കില്ലായിട്ടുള്ള ഒരാളെ കൂടെ വേണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെൽത്തൊക്കെ ആയിട്ടുള്ളതും പിന്നെ നല്ലതായിട്ട് ഒരു ഹാക്കറിൻ്റെ രീതിയിലുള്ള ഒരു ടീം വേണം. എന്തായാലും നമുക്ക് ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യമുള്ളൂ. അതായത് നല്ലൊരു ഗൺമാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല ഡ്രൈവറുണ്ട്, നല്ലൊരു ഗൺമാനുണ്ട്, നല്ലൊരു ഹാക്കറും ഉണ്ട്. അപ്പം നമുക്ക് ഏകദേശം 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് വേണ്ടത് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ഈ 3 പേരും. ഈ പുള്ളിയൊക്കെ കണ്ടു എത്ര വണ്ണമുണ്ട് ഈ പുള്ളിക്ക്. ഈ കഷണ്ടി തലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പുള്ളി ഈ കൊട്ടുബുദ്ധി എല്ലാം കൂടെ ആലോചിക്കുന്നത്. നമുക്കതൊന്നും നമ്മുടെ കാര്യമില്ല. നമുക്ക് എന്തായാലും നേരെ പോവാം. നമ്മൾ
എന്താ പറയുക, റോബറി ചെയ്യുക, പൈസ എടുക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് പൈസ ഉണ്ടാക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിനി നെക്സ്റ്റ് മിഷനിലോട്ട് പോവാം. ഓക്കെ മച്ചാന്മാരെ, നമ്മുടെ ഇനി നെക്സ്റ്റ് മിഷനിലോട്ട് നമ്മൾ ഏകദേശം വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇനിയാണ് നമുക്ക് ഇവിടെ നിന്ന് റോബറി ചെയ്യാനുള്ളത്. നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്കുള്ള ചോരയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. നമ്മുടെ ഫ്രാങ്കിനെയാണ് നമ്മളിപ്പോൾ കോൾ ചെയ്യുന്നത്. ഫ്രാങ്കിനെ കോൾ ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറയുകയൊക്കെയാണ്. നമുക്കെന്തായാലും ഈ ഇവന്മാരെല്ലാം കൂടെ വിളിച്ചു കൂട്ടുന്നതിന് മുന്നേ ചെറിയൊരു പണിയുണ്ട്. നമുക്ക് ഗണ്ണ് സെറ്റ് ചെയ്യണം. ഗണ്ണ് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു പോലീസുകാരും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് നമുക്കൊരു അറിയപ്പെടും നമ്മൾ എന്താ പോലീസുകാർ ഇതുവഴി പോകുന്നുണ്ട്, പറയുന്ന ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ള കാര്യങ്ങളും മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് എന്തായാലും ഇൻഫോർമേഷൻ കാര്യങ്ങൾ കിട്ടും. നമ്മൾ അതെടുക്കുക, അതുവഴി ആ പോലീസുകാരെ എല്ലാം കൊള്ളുക, ആ വണ്ടി എടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഗണ്ണെടുക്കുക, നേരെ പോവുക, റോബറി ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത്രയും കൊണ്ടുവന്ന പ്ലാൻ വരെ പക്കാ പ്ലാനിങ്ങിലാണ്. ഈ ഒരു പ്ലാനിങ് കൂടെ പക്കയായിട്ട് നടന്നിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ വെറുതെ നമ്മൾ പോകാമെന്നേ ഉള്ളൂ. വെറുതെ എന്തായാലും നമുക്ക് ഇപ്പോൾ ഒരു ചാൻസ് തരും. കാരണം നമുക്ക് അവിടെ നിന്ന് ആ ഒരു പൈസ എടുക്കണമല്ലോ, ചുമ്മാ അല്ലല്ലോ, നമുക്ക് ആ പൈസ എടുക്കണം. നമ്മൾ ഇത്ര വരെ പോയിട്ട് ആ ഒരു പൈസ എടുത്തില്ല മച്ചാന്മാരെ, അതെങ്ങനെ ശരിയാവും? നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. നമുക്കിനി ഫസ്റ്റ് ലെഫ്റ്റ് അങ്ങോട്ട് എടുക്കാം. ഓക്കെ, ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ കുറച്ചുകൂടെ പോകാനുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട്. എവിടെയോ എന്തോ തകരാറ് പോലെ. ഓക്കെ, നമ്മുടെ വണ്ടി ദോണ്ട് പുറയിലുണ്ട്. അതായത് നമ്മൾ മറ്റേ ഇതിലുണ്ടല്ലോ, നമ്മൾ വെപ്പൻ്റെ വണ്ടി, ഇതാണ് നമ്മുടെ വെപ്പൻ്റെ വണ്ടിയാണ്. അത് നമ്മുടെ വെപ്പണും കാര്യങ്ങളും ഒക്കെ ആ ഒരു വണ്ടിയിൽ തന്നെ എന്തോ ആണ്. നമുക്ക് എന്തായാലും അവരെ കൊന്നിട്ട് അവിടെ നിന്ന് വണ്ടി സാധനങ്ങളൊക്കെ എടുക്കുക, നമുക്ക് റോബറിക്ക് കൊണ്ടുപോകാം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ വരുമ്പോഴത്തേലും അവന്മാർ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ അടുത്തൊരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു വണ്ടി തൂക്കാനുള്ളത്. അതായത് ആ പോലീസുകാരുടെ ആ ഒരു വണ്ടി ഉണ്ടല്ലോ, പറയുന്ന ആ ഒരു വണ്ടി നമുക്ക് അവന്മാരെ കൊന്നിട്ട് ആ വണ്ടി എടുക്കണം. വണ്ടി എടുത്തിട്ട് നമ്മൾ മുമ്പേ പോയ സ്ഥലമുണ്ടല്ലോ, ഏതായിരുന്നു നമ്മുടെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ മൈക്കിളിൻ്റെ, അവിടെ കൊണ്ടുപോകാൻ നമുക്ക് ആ വണ്ടി അവിടെ കൊണ്ടുവെക്കണം. അത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതായത് നമുക്ക് ഈ ഒരു മെഷീനകത്ത് ആവശ്യമുള്ളൊരു സംഭവം തന്നെയാണ് ആ ഒരു വണ്ടിക്കകത്ത് ഇരിക്കുന്ന സാധനം. എനിക്കൊന്ന് ഗൈസ് വെപ്പണാണെന്ന് തോന്നുന്നു, വെപ്പൺസ് ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും അത് വളരെ ആവശ്യമുള്ളൊരു സാധനമാണ്. നമുക്ക് എന്തായാലും ഉമാറെ വണ്ടി ഇവിടെ നിർത്തിക്കാം. 2 പേരേ ഉള്ളൂ, ഒത്തിരി ആൾക്കാരൊന്നുമില്ല. 3 പേരുണ്ടല്ലോ മച്ചാന്മാരെ, 3 പേരുണ്ട്. ഓക്കെ. ഓ ഷീറ്റ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല മച്ചാന്മാരെ, ഒത്തിരി ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ട്. മച്ചാന്മാരെ, ചെറിയ ലാഗ് വന്നിട്ടുണ്ട്, എല്ലാം ക്ഷമിക്കുക. കിട്ടി. ചത്ത് മച്ചാന്മാരെ, ചത്തു. എടാ ഒന്ന് ഇരുന്നേക്ക്. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാര്? അയ്യോ ഒരുത്തനുണ്ടായിരുന്നു. ചത്തു മച്ചാന്മാരെ, ചത്ത്. കാര്യമായി. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടർട്ടിലടിച്ച് നമ്മളെ ലൈഫെല്ലാം ഫുള്ളാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നൈസായിട്ട് ലോയറെ പഠിച്ച് ഇവരെ എല്ലാവരെയും സ്മൂത്തായിട്ട് കളയണം, അല്ല ശരിയാവില്ല. അടുത്ത ലോയറപ്പ് കൂടെ ഒന്നുകൂടെ ലാസ്റ്റ്. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരെയും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നേരെ അവിടെ ചെല്ലുക, നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് പോവുക. അതാണ് നമുക്കിനി വേണ്ടത്. നമുക്കിനി നമ്മുടെ ഏരിയ കൊണ്ടുവെക്കാം. മൈക്കിളിൻ്റെ ഏരിയ വണ്ടി കൊണ്ടിടുക. നമുക്ക് എന്തായാലും മൈക്കിളിൻ്റെ ഏരിയയിലോട്ട് വണ്ടി കൊണ്ടുപോകാം. നമുക്കിനി മൈക്കിളിൻ്റെ ഏരിയ കൊണ്ടിട്ട് കുറേ പരിപാടിയുണ്ട്. നമ്മൾ ഏകദേശം മൈക്കിളിൻ്റെ ഏരിയയിലോട്ട് വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈക്കിളിൻ്റെ ഏരിയ. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് ഫുൾ ഏരിയ ആണ്. നമ്മൾ വണ്ടി കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത ആളെ കോൾ ചെയ്തിട്ടുണ്ട്.
ഇത് ലെസ്റ്ററോ, ലെസ്റ്റർ അങ്ങനെ എന്തോ ആണ് പേര്. നമ്മളെന്തായാലും കൊള്ളാം, നമുക്ക് പുള്ളിയെ കോൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇനി എന്താ നടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. നമുക്ക് നമ്മുടെ പിള്ളേരെയൊക്കെ വിളിച്ച് കൂട്ടണം. ഓക്കെ, നമ്മൾ രാത്രി ആയിട്ടുണ്ട്. നമ്മുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. രാത്രിയായിട്ട് രാവിലെ ആയോ? ഓക്കെ മച്ചാമാരെ, നമ്മൾ പ്ലാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്നാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതെ, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇവന്മാരോട്. അത് സ്റ്റോർ ഇത് മറ്റേത് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരെ എല്ലാത്തിനും മനസ്സിലാക്കരുത്. നമ്മുടെ പ്രാങ്ക് ഇരിപ്പുണ്ട്, നമ്മൾ മറ്റേ പുള്ളി ഇരിപ്പുണ്ട്. പിന്നെന്താ, നമുക്ക് പുതിയതായിട്ട് എത്ര 3-4 പേര് എന്തോ 3 പേര് നമ്മൾ ഡ്രൈവർ, പിന്നെന്താ പറയുക ഷോട്ട് മാന്, പിന്നെ വേറൊരാളോട് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഹാക്കർ. പിന്നെ ഇവർ 3 പേരാണ് നമ്മൾ പുതിയതായിട്ട് എടുത്തിരിക്കുന്നത്. പുതിയതായിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നമുക്ക് ഇവരെ 3 പേരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോയും താഴെ ഉണ്ട്. ഇതേ ഇവരാണെന്ന് തോന്നുന്നില്ല അവര്. എന്തായാലും നമുക്കത് നോക്കാം. നമ്മൾ ഏകദേശം പ്ലാനിങ് കാര്യങ്ങളൊക്കെ സെറ്റ്. നമ്മുടെ പിള്ളേരൊക്കെ അത്യാവശ്യം സെറ്റായിട്ടിരിപ്പുണ്ട്. പിള്ളേർക്കൊന്നൊരു സീനും ഇല്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. ഇതേ നമ്മുടെ ആൾക്കാരൊക്കെ സെറ്റാണ്. ഇനി നമ്മൾ കോസ്റ്റ്യൂം മാറേണ്ട വരുമായിരിക്കും. എന്തായാലും നമ്മൾ കോസ്റ്റ്യൂം മാറേണ്ട വരുമായിരിക്കും. നമ്മളിപ്പോൾ ഇതിൽ ഫ്രാങ്കാണ്, മൈക്കിള് തന്നെ ഓട്ടോമാറ്റിക്കലി കളിച്ചോളും. നമ്മളിതിലിപ്പോൾ ഫ്രാങ്കാണ്. ഫ്രാങ്കിനെ വെച്ചാണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ഏരിയ, ഈ ഒരു മെഷീന് നമ്മളിനി ഫ്രാങ്കാണ്. ഈ ഒരു മെഷീനിൽ എന്തോ ഒരു പൂച്ച പോകുന്നുണ്ട് ഗൈസ്. എന്തായാലും എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഒരു പൂച്ചയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിനൊക്കെ ഇടിച്ച് കൊല്ലാൻ പറ്റും, ഇടിച്ചാൽ കൊല്ലണം. ഇതേ ആള് കയറിയിട്ടുണ്ട്, നമ്മുടെ മൈക്കിൾ ഫ്രണ്ട് കയറിയിട്ടുണ്ട്. നമ്മളിതേ വീലൊക്കെ ഇട്ട് ആകെ നാശമാക്കുകയാണ്, വണ്ടിയെല്ലാം നാശമാക്കുകയാണ്. നമ്മൾ ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ കാണും. എന്തായാലും എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് സ്മൂത്തായിട്ട് ഇനി നേരെ ജൂവലറിയിലോട്ട് പോവാം. ഓക്കെ, ഇതേ ജൂവലറിയിലോട്ട് പോവാണ്. ഇത് നമ്മളെ ട്രക്കിനെ തോപ്പിച്ച് നേരെ ഈ കൊച്ചു വാനും കൊണ്ട് നേരെ ജൂവലറിയിലോട്ട് പോവാണ്. ട്രക്കിനെ നമ്മൾ അപ്പോഴേ തോപ്പിച്ചു. നമുക്കിനി നേരെ നമ്മുടെ ജൂവലറി ഗൈസ്. ഇനി ആ ട്രക്കൊക്കെ ഇനി എപ്പോൾ വരാനാണ്? ട്രക്ക് നമ്മുടെ കൂട്ടത്തിൽ വരേണ്ട കാര്യമുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മൾ ഇത്ര 4 പേര് വന്നിട്ട് നമുക്ക് ബൈക്കിനങ്ങ് രക്ഷപ്പെട്ടാൽ പോലെ. പക്ഷേ നമുക്ക് ബൈക്കിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അല്ലേ? കാരണം നമ്മളവൻ്റെ ഈ സ്വർണവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതെല്ലാം എടുത്ത് ട്രക്കിനകത്തിടേണ്ട വരുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ നേരെ നമ്മുടെ ജൂവലറിയിലേക്ക് പോവാം. ഓക്കെ മച്ചന്മാരെ, നമ്മുടെ ജൂവലറിയിലോട്ടുള്ള ദൂരം കുറഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുക്കാറായിട്ടുണ്ട്. അതായത് ജൂവലറി ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ പോയാൽ മതി. നമ്മുടെ ജൂവലറി നമ്മുടെ ജൂവലറി ചെന്നാറായി. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് റൈറ്റ് ചെയ്താൽ നമ്മൾ നേരെ ജൂവലറിയിലോട്ടാണ്. ഓക്കെ, നമ്മൾ തന്നെ ജൂവലറിയിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. സീനൊന്നുമില്ല. നമുക്ക് നമ്മൾ റിവേഴ്സൊക്കെ ഇട്ട് നമ്മൾ ആൾക്കാർ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് തിരിച്ചറിയാതിരിക്കാൻ. ഓക്കെ, നമ്മൾ ആൾക്കാരെ ആമാരെല്ലാം വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങാനൊക്കെ പറഞ്ഞ്. നമ്മൾ ജൂവലറി കയറി എല്ലാവരെയും പേടിപ്പിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്. ഓക്കെ, എല്ലാവരും അറസ്റ്റിലായിട്ടുണ്ട്. അതായത് ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ വേണം. അതായത് നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കണം. ഈ മോതിരവും സംഭവം എല്ലാം എടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. അച്ഛാമാരെ നമ്മൾ അതെല്ലാം അടിച്ചു പൊട്ടിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത അങ്ങനെ ഇവിടുത്തെ എല്ലാം കവർ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കണം. അതെന്തായാലും ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഏകദേശം ഒരു $20 മില്യൺ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ $2 മില്യൺ ഉണ്ടാക്കാൻ ഉണ്ടാക്കാം. നമുക്ക് മാക്സിമം എത്ര ഉണ്ടാക്കാൻ പറ്റുമോ അത്ര ഉണ്ടാക്കാം. കാരണം നമ്മളെ ആകെ $1000 മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ഇത്ര ജാക്കും പോട്ടെ. നമ്മുടെ ഫ്രാങ്കിനായിരുന്നു. നമ്മുടെ മൈക്കിളിന് 6000 എബോ എങ്ങാണ്ട് ഡോളേഴ്സ് ഉണ്ട്. നമ്മുടെ ഫ്രാങ്കിന് 1000 എത്രയോ ഡോളറേ ഉള്ളൂ. നമ്മൾ ഫ്രാങ്കിന് നമ്മുടെ പൈസ ഇല്ല. നമ്മുടെ മൈക്കിളിലും വലിയ പൈസയൊന്നുമില്ല. കാരണം നമ്മുടെ മൈക്കിളിലെ പൈസ തീരാറായിട്ടുണ്ട്. കാരണം നമ്മളെ മോൾക്ക് കള്ളു കുടിക്കാനൊക്കെ $50 കൊടുത്തു. പിന്നെ നമുക്ക് ആ ഒരു വീടിനൊക്കെ അനുസരിച്ചുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള പൈസ നമ്മുടെ ഇല്ല. നമുക്ക് എന്തായാലും അത് വേണം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മൾ സ്വർണ്ണം എല്ലാം എടുത്തിട്ടുണ്ട്. അവന്മാരെല്ലാം വെളിയിൽ പോയി. അതുകൊണ്ട് അവിടെ ഒരു പോലീസുകാർ നിൽപ്പുണ്ട്. ഓക്കെ, പോലീസുകാരെ കഥയൊക്കെ എന്തോ പറയാണ്. കഴുത്തിനൊക്കെ പിടിച്ച് വെളിയിൽ കളഞ്ഞിട്ടുണ്ട് പുള്ളിയെ. ഫ്രാങ്കാണ് നമ്മുടെ ബൈക്കിലിരിക്കുന്നത്. ഫ്രാങ്ക് ഇത് ബൈക്കിൽ നിന്ന് ഫ്രാങ്ക് പോട്ടെ, മൈക്കിൾ
ബാഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലാണ് മുതലിരിക്കുന്നത്. പൈസ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും പൈസയും പോവും. നമ്മൾ പക്ഷെ പിടിക്കപ്പെടത്തില്ല. എന്തായാലും 2 വീലർ അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ സാഞ്ചീസ് നമ്മളെ കൈ നിർത്തും. വണ്ടിയൊക്കെ ഇതേ സ്മൂത്തായിട്ട് പോവും, രക്ഷയില്ല. അവന്മാർ പോകുന്നുണ്ട്. നമുക്കും കിട്ടിയിട്ടുണ്ട് 2 ഷോട്ട്. ഇനിയിപ്പോൾ അവന്മാരെ നേരെ ഫോക്കസ് ചെയ്ത് പോവാ. ഓ മച്ചന്മാരെ പോകുന്നു. ഓക്കെ പോയിട്ടുണ്ട്. അവന്മാർ പോയി. അവന്മാർ അതിനകത്തോട്ട് പോയി. നമുക്ക് വഴി അറിയത്തില്ലല്ലോ, നമുക്ക് വേഗം വരുന്ന വഴിക്ക് അങ്ങ് പോയി കയറി കൊടുത്തു. എന്തായാലും ഓക്കെ, നമ്മൾ അടിയിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ നമ്മൾ ഓഫ് റോഡ് കറക്റ്റ് വണ്ടിയാണ്. നമ്മുടെ സാഞ്ചീസ് പക്കാ വണ്ടിയാണ്. ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ഓടിക്കാനും അല്ലാതെ ഇങ്ങനത്തെ ഒരു മിഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാനുള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ സാഞ്ചീസ്. അതായത് നമുക്ക് അത്യാവശ്യം നല്ലപോലെ വണ്ടി കൺട്രോൾ നിൽക്കും. ഓക്കെ അവന്മാർ പോകുന്നു. മച്ചന്മാർ നമ്മുടെ പൈസയൊക്കെ ഇരിപ്പുണ്ട്. അവന്മാർ ഇതുകൊണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെ നിന്ന് സ്കൂട്ടാവണം. നമ്മൾ നല്ല രീതിയിൽ അടിയിൽ കൂടെ പോകുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നെന്ന് പറഞ്ഞ് തീർന്നില്ല. അതിന് മുന്നേ നമ്മുടെ വണ്ടി കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അവന്മാരങ്ങ് പോയി, നമ്മൾ പോകുന്നേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. നമ്മുടെ കയ്യിലും പൈസ ഉണ്ട്, ഏകദേശം ഒരു $4 മില്യൺ കാണും കുറഞ്ഞത്. എന്തായിക്കോട്ടെ, നമുക്കതൊന്നും അറിയണ്ട. നമുക്ക് നേരെ നമ്മുടെ വണ്ടി കൊണ്ടെങ്കിലും രക്ഷപ്പെടാം ഈ പൈസ കൊണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്തായാലും മറ്റേ ഇവൻ്റെ കയ്യിൽ കിട്ടുമായിരിക്കും, ഫ്രാങ്കിൻ്റെ കയ്യിൽ ഈ ഒരു പൈസ കുറച്ച് കിട്ടുമായിരിക്കും. നമ്മളെ മൈക്കിളിൻ്റെ കാര്യത്തിനാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഫ്രാങ്കാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പൈസ മൈക്കിൾ എന്തായാലും ഫ്രാങ്കിന് കൊടുക്കുമായിരിക്കും. കൊടുത്തില്ല വെറും പരിപാടിയാണ്, പരിപാടി. കാരണം നമ്മൾ ഇത്ര ഓടിച്ചില്ലേ ഗൈസ്. ഓക്കെ, നമ്മൾ ഈ ടണൽ കഴിഞ്ഞില്ല. ഈ ഒരു സംഭവത്തിൻ്റെ ടണൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊന്നും തീരത്തില്ലെന്ന് തോന്നുന്നു. കുറേ ഉണ്ടല്ലോ. എത്ര മണിക്കൂറായി? മണിക്കൂറല്ല, ഇത്രയും സമയമായില്ലേ. പക്ഷെ ഗൈസ് ടണൽ എന്താ തീരാത്ത? തീർന്നു കേട്ടോ, ടണൽ തീർന്നു. ഓക്കെ മച്ചന്മാരെ ടണലൊക്കെ മാറി നമ്മൾ അടുത്ത ക്യാരക്ടറിലോട്ട് പോയി കേട്ടോ. നമുക്കിനി പോലീസുകാരൻ്റെ ക്രോപ്സിനെ എല്ലാം ഇടിച്ച് കളഞ്ഞ് നമ്മൾ അവന്മാരെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് അവന്മാർ പോകുന്നു. ഇങ്ങനെ അവന്മാരെല്ലാം ഇടിച്ച് കളഞ്ഞിട്ട് നമുക്ക് അവന്മാരെ കൂടെ രക്ഷപ്പെടുത്തണം. മറിഞ്ഞു മച്ചന്മാരെ നമ്മുടെ വണ്ടി മറിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് വീണ്ടും തിരിച്ചിങ്ങോട്ട് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാം. വെള്ളമാകുമ്പോൾ വണ്ടി വീണ്ടും സ്ലോ ആവും. ക്രോപ്സും കാര്യങ്ങളൊക്കെ തന്നെ അവന്മാർ ഇടിച്ചങ്ങ് കളഞ്ഞേക്കാം. പക്ഷേ ഒറ്റ ഇടി മതിയല്ലേ, ഇവന്മാരെല്ലാം കൂടെ സൈഡിലോട്ട് പോകണം. ഒറ്റ ഇടി മതി ഈ ഒരു വണ്ടിയുടെ. കൊള്ളാമില്ലേ? ട്രക്കാണെങ്കിലും അടിപൊളിയാണ്. മച്ചന്മാർ ഏകദേശം ഒരു 4 സ്റ്റാറോളം ഉണ്ട് ഇപ്പം നമ്മുടെ പോലീസിൻ്റെ. നമുക്ക് എന്തായാലും ഇവരെ കണ്ണു വെട്ടിച്ച് പോകണം. അതാണ് നമ്മുടെ ഇനി മെയിൻ പരിപാടി. അവിടെ ചെല്ലുക. നമുക്ക് അവിടെ പോയിട്ടുണ്ട്, അവിടെ വണ്ടി നിർത്തുക. നമുക്ക് എന്നിട്ട് ഇവന്മാരെല്ലാത്തിനും കയറ്റുക, നേരെ അവിടെ പോവുക. മച്ചന്മാർ നമ്മുടെ 4 സ്റ്റാറും പോയിട്ടുണ്ട്. കാരണം നമ്മൾ കുറേ സൈഡിൽ കൂടെ ഒക്കെയാണെന്ന് തോന്നുന്നു പോയി. അതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ സിറ്റി ഏരിയ കൂടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ 4 സ്റ്റാറൊന്നും അങ്ങനെ പോകുമെന്ന് തോന്നുന്നില്ല. പിന്നെ പോലീസുകാരൊക്കെ അടുത്തടുത്തുണ്ടെങ്കിലും അങ്ങനെ പോകത്തൊന്നുമില്ല. എപ്പോഴും നമ്മളെ സ്പോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമുക്കെന്തായാലും നമ്മൾ വണ്ടി അവന്മാരെല്ലാം കൂടെ കയറ്റിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഏരിയയിലേക്ക് പോവാം. ഗൈസ് എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ നിർത്താറായിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വണ്ടി ഒരിടത്ത് ചെന്ന് ഇടിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് വണ്ടി കൂടെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ മച്ചാമാരെ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഉണ്ട്. ചെറിയൊരു വഴിയാണെന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുഞ്ഞു വഴിയും കുഞ്ഞു സ്ഥലവും, പക്ഷേ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് മച്ചാമാരെ. നമുക്ക് ഇതുവഴി അങ്ങോട്ട് പോകാൻ നേരം നമുക്ക് നമ്മുടെ വണ്ടി ഒളിപ്പിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഗൈസ് എന്തായാലും ആ ഒരു സൈഡിൽ കൊണ്ട് വണ്ടി ഒളിപ്പിച്ചാൽ മതി. നമ്മുടെ വീഡിയോ എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും ഗെയിംസ് വേണേൽ പറയാം. നമ്മൾ ഇതുപോലത്തെ ഗെയിംസ് GTA 5 ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയാം. എന്തായാലും നമ്മളെ വണ്ടി ഒളിപ്പിക്കാനുള്ള സ്ഥലമായിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണമെന്നാണ് തോന്നുന്നത്. ഓക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. എന്തായാലും മച്ചാമാരെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നമ്മുടെ റോബറിയും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പോലീസും കാര്യങ്ങളൊക്കെ പോയി വണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ റോബറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ബൈ.